السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ റമദാന്റെ അവസാന പത്തിലാണ് നമ്മളുള്ളത്. റമദാന് തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായ ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന ചില വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുണ്ട്. ചില ശ്രദ്ധേയമായ ആയത്തുകൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇങ്ങനെ തുടങ്ങുന്ന ചില ആയത്തുകൾ നമ്മുടെ ചുറ്റുപാടിൽ നിരന്തരം നമ്മൾ കേൾക്കുകയും നമ്മളും അത് ഉരുവിട്ട് വിശുദ്ധ റമദാന്റെ മഹത്വത്തെ അല്ലെങ്കിൽ അത് നമുക്ക് നൽകുന്ന പാഠങ്ങളെ നമ്മൾ അതിലൂടെ പഠിച്ചറിയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ആയത്ത് സൂക്ഷ്മമായ വായനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ഈ ആയത്തുകൾ ഖുർആൻ പഠിപ്പിക്കുന്ന റമദാന് 3 തരത്തിലുള്ള ചിന്തകളെ, ജീവിത പാഠങ്ങളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ പാഠങ്ങൾ അവിടെ ഉപയോഗിച്ച വാക്കുകൾക്കുള്ളിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തിൽ, സൂറത്ത് ബഖറയിലെ ആയത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്, മറ്റു പ്രവാചകന്മാർക്ക് നൽകിയ വേദങ്ങളിൽ നിന്നും വ്യതിരക്തമായി മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് നൽകിയ അന്തിമ വേദത്തെ അതിൻ്റെ അവതരണത്തിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകൾക്കുള്ളിലാണ് അതിൻ്റെ ആത്മാവ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പൊ ഖുർആനെ അതിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് വിശേഷിപ്പിക്കുമ്പോൾ അൻസല, നസ്സല തുടങ്ങിയ വാക്കുകൾ ഖുർആൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറയുന്ന ചെറിയ ആയത്തിന്റെ ഉള്ളിലും അവിടെ അൻസല എന്ന വാക്ക് ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ അൻസല എന്ന വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ചെറിയ ഒരു വാക്ക് ഏതെല്ലാം തരത്തിലുള്ള ആശയ വൈപുല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നസല, അൻസല, നസ്സല ഇങ്ങനെല്ലാം തുടങ്ങിയ വാക്കുകൾ വേദ അവതരണവുമായി ബന്ധപ്പെട്ട് നാം പറഞ്ഞതുപോലെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പഠിപ്പിക്കുന്ന റമദാനിൽ ആദ്യമായി നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഒന്ന്, റമദാൻ എന്നുള്ളതിന് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ അതിന് പ്രത്യേകത ലഭിക്കുന്നത് മനുഷ്യ കുടുംബത്തിന് മാർഗദീപമായി, ജീവിത വെളിച്ചമായി ഈ വേദം അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത എന്നാണ് ആ ആയത്ത് പറയുന്നത്. അത്രമാത്രം പറഞ്ഞു വെക്കുകയല്ല ആ ആയത്ത് ചെയ്യുന്നത്. അതിനപ്പുറം ഇതിലെ ഓരോ വചനങ്ങളും സമയബന്ധിതവും വിഷയാധിഷ്ഠിതവുമാണ് എന്ന മറ്റൊരു പാഠം കൂടി ആ വാക്കുകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതം എന്നുള്ളത് അത് സമയബന്ധിതവും വിഷയാധിഷ്ഠിതവുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ആ രൂപത്തിൽ നോക്കിക്കണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നൊരു പാഠം അവിടെ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതം സമയത്തിൻ്റെ ഉള്ളിലാണ്. ആ സമയങ്ങൾക്കുള്ളിൽ മാറി മറിയുന്ന ജീവിതത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ, ദുഃഖങ്ങളുടെ, സന്തോഷങ്ങളുടെ, വേദനകളുടെ, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, നീറ്റലുകളുടെ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ മാറി മറിയുന്ന വ്യത്യസ്ത മുഖങ്ങൾ, വ്യത്യസ്ത ജീവിത വഴികൾ, വ്യത്യസ്ത സാമൂഹിക മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിത സമയങ്ങൾക്കുള്ളിൽ മാറി മറിഞ്ഞു പോകുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഇതിനെയെല്ലാം നിങ്ങൾ നോക്കിക്കാണേണ്ടത് എന്നുള്ള ജീവിത പാഠം ആവർത്തിച്ച് നിങ്ങൾ പഠിക്കുകയാണ് റമദാനിൽ ചെയ്യേണ്ടത് എന്ന് അള്ളാഹു നമ്മളോട്
പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠമായ ഒരു വചനം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചകന്റെ അവസാന ജീവിത നിമിഷങ്ങളിൽ പ്രവാചകനെ കാണാൻ ചെന്ന മകൾ ഫാത്തിമയോട് സ്വകാര്യമായി പറഞ്ഞ ചില വർത്തമാനങ്ങളിൽ അവർ ഒരു വേള ചിരിക്കുകയും ഒരു വേള കരയുകയും മറ്റൊരു വേള അവർ ചിരിക്കുകയും ചെയ്ത സംഭവം പിന്നീട് അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അത് ഇപ്പോൾ പറയുകയില്ലെന്നും അവര് ഉത്തരം നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണശേഷം എന്തായിരുന്നു ആ സ്വകാര്യമെന്ന് അവര് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അസറ ഇലയ്യ, പരിശുദ്ധ റസൂല് എന്നോട് സ്വകാര്യം പറഞ്ഞത് എന്താ നിങ്ങൾക്ക് അറിയോ? ജിബിരിയില് എന്റെ അടുക്കൽ വരികയും കാനയു ആരിദുനിൽ ഖുർആന കുല്ലസനത്തിൻ മറത്തൻ, എല്ലാ വർഷവും ഒരു തവണ ഖുർആൻ പൂർണ്ണമായി എനിക്ക് ജിബ്രീൽ ഓതി കേൾപ്പിക്കുക. ഇന്നഹു ആറദനിൽ ആമ മറത്തൈൻ, എന്നാൽ ഈ വർഷം എനിക്ക് 2 തവണയാണ് അത് ഓതി കേൾപ്പിച്ചത്. വല അറാഹു ഇല്ല ഹലറ അജലി, അത് എന്നെ പഠിപ്പിക്കുന്നത്, എന്നെ ബോധ്യപ്പെടുത്തുന്നത്, അതിൽ ഞാൻ കാണുന്നത് എന്റെ അവസാന ജീവിത നിമിഷങ്ങൾ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 2 തവണ ഈ വർഷം എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ജീവിത നിയമപുസ്തകം ഓതി കേൾപ്പിച്ചു തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോഴ് തന്റെ തന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങൾ അടുത്തിട്ടുണ്ട് എന്ന് മകളോട് പറഞ്ഞപ്പോഴ് അതോർത്ത് കരയുകയും, അതിനുശേഷം എന്റെ കുടുംബത്തിൽ എനിക്ക് ശേഷം ആദ്യമായി എന്നോടൊപ്പം വന്നു ചേരുന്നത് മകളെ നീയായിരിക്കുമെന്നും നീ സ്വർഗീയ ലോകത്ത് സ്ത്രീകളുടെ നായികയായിരിക്കും എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്തു എന്ന് നമ്മളോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റമളാന് വന്നു കഴിഞ്ഞാല് അത് പൂർണ്ണമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഖുർആൻ എന്നുള്ളത് അത് ഹിദായത്തിനുള്ള വേദമാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ റമളാനിലെ 23 ദിവസങ്ങൾ പിന്നിട്ടു. നമ്മൾ റമളാനെ കുറിച്ചുള്ള ആദ്യ പാഠം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ പഠിച്ചത് അത് സമയാധിഷ്ഠിതമായി, വിഷയാധിഷ്ഠിതമായി മനുഷ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് മനുഷ്യന് സമ്മാനിക്കുന്ന ദൈവീകമായ വേദമാണെന്നും അത് മുഴുവൻ മനുഷ്യർക്കുള്ളതാണെന്നുമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന റമളാന്റെ ആദ്യത്തെ പാഠമായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യർക്ക് ഹിദായത്താണ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ മനുഷ്യര്? ആ വചനത്തെ പരിശുദ്ധ റസൂല് എങ്ങനെയാണ് നോക്കിക്കണ്ടത്? വിശുദ്ധ റമളാനിൽ അതിനെ ആവർത്തിച്ച് വായിക്കുന്ന ഒരു സമൂഹം പ്രവാചകനിൽ നിന്നും ആ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ? നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചുറ്റുപാടുകൾക്ക് ഈ ഒരു പാഠം അറിയുമോ? ഹിദായത്ത് എന്താണെന്നുള്ളത് അറിയുമോ? ഇതെല്ലാം നമ്മൾ കുലങ്കഷമായി ചിന്തിക്കുകയും വന്ന പിഴവുകളെ തിരുത്തിക്കൊണ്ട് ആ ആയത്ത് വിഭാവനം ചെയ്യുന്ന ഒരു ആശയത്തെ കർമ്മ ലോകങ്ങളിൽ, കർമ്മ വഴികളിൽ അവതരിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം നന്നായി ആലോചിക്കേണ്ട സമയമാണ്. നമ്മളെ പരിസരങ്ങളിൽ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്ന മറ്റു കുറെ കർമ്മങ്ങളുണ്ട്. സ്വലാത്തുണ്ട്, സൗമ്, അതിനെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അനുഷ്ഠിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്. നമ്മെ പോലെ ഇതെല്ലാം ചെയ്യുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹം ലോകത്തുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത്രമാത്രം ധർമ്മം ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഒരു ചെറിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു കുറിപ്പ് കണ്ടാൽ മതി, ഇന്ന വ്യക്തിക്ക് ഇന്ന അസുഖമുണ്ട് എന്ന്. അവരുടെ ആ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന സമ്പത്തിലെ വലിയൊരു ശതമാനം പരിശുദ്ധ പ്രവാചകനെ കേട്ട ഒരു സമൂഹത്തിന്റെ സമ്പത്തായിരിക്കും. നമ്മുടെ നാടുകളിൽ വലിയൊരു വിഭാഗം അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർക്ക് കാരുണ്യ കരസ്പർശം നൽകുന്നതിൽ പ്രവാചകന്റെ വചനങ്ങൾ കേട്ട് അതിനെ പ്രയോഗിക്കുന്ന ഒരു ജനതയുടെ വലിയ കൈനീട്ടമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹം ഇത്രമാത്രം വിമർശിക്കപ്പെടുകയും ഇത്രമാത്രം അവഹേളിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും എല്ലാം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ
ഈ റമദാന്റെ രാത്രികളിൽ, റമദാന്റെ ദിനങ്ങളിൽ ഈ ആയത്ത് ഓതിപ്പോകുമ്പോൾ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. നമ്മെ അറിയാത്ത, ഈ വേദം ആർക്കുള്ളതാണെന്നറിയാത്ത, റമദാൻ പഠിപ്പിക്കുന്ന ഈ ഒരു സന്ദേശം അത് നാം തന്നെയും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതെല്ലാം, ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ ഒരു കർമ്മത്തെ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. റമദാന് നാം തൊട്ടടുത്ത് ഓതിയ ആ ആയത്ത്, സൂറത്ത് പിന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ ഒരു ആയത്തില് ഇതിനെ നന്നായി പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇമാം ഷഅറാബി പറയുന്നത് പോലെ, എന്തുകൊണ്ടാണ് ഇത് നാം ഖുർആനെ അവതരിപ്പിച്ചു എന്ന് പറയുന്നതിനപ്പുറം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നാം ഇത് അവതരിപ്പിച്ചു എന്ന് അള്ളാഹു രാത്രി എന്ന വാക്കിനെ എടുത്തു തിരിച്ചുകൊണ്ട് അള്ളാഹു എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ രാത്രി എന്നുള്ളത് മനുഷ്യൻ സ്വസ്ഥനാകുന്ന, അവൻ വിശ്രമം കൊള്ളാൻ ആഗ്രഹിക്കുന്ന, തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റു അവന്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി സമാധാനപൂർവം മനസമാധാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു വേളയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വേദത്തെ നിങ്ങൾ സങ്കീർണതകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വായിക്കണം എന്ന പാഠം അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഇമാം ഷഅറാബി പറയുന്നുണ്ട്. അപ്പൊ റമദാന്റെ രാത്രികളിൽ ഈ വേദം നന്നായി പഠിച്ചറിഞ്ഞ് അതിലെ ജീവിത പാഠങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ജീവിത വിഷയങ്ങളെയെല്ലാം തന്നെ കണ്ടറിഞ്ഞ് നമ്മൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാണ് ഈ റമദാന്റെ രാത്രികളിൽ നമ്മൾ ധാരാളമായിട്ട് ഈ വേദം പാരായണം ചെയ്യുന്നത്. നമുക്കൊരു പ്രശ്നമുണ്ട്. പരിശുദ്ധ റസൂലും പ്രവാചകന്റെ പിറകിൽ നിൽക്കുന്നവരും ഓതിപ്പോകുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അതിലൂടെ അവർ പഠിച്ചറിയുമായി. ഓരോ വരികൾക്കിടയിലും അവർ കണ്ടെത്തുമായിരുന്നു. അതിൽ അവരെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ വിചാരങ്ങളെ അവർ തിരിച്ചറിയുമായിരുന്നു. തിരുത്തേണ്ട ഇടങ്ങളിൽ തന്റെ ജീവിതം എവിടെയാണോ സ്പർശിക്കുന്നത്, നന്മയിലാണെങ്കിൽ അതിൽ സന്തോഷിക്കുകയും എവിടെയെങ്കിലും അത് ബോധ്യപ്പെടുത്തുന്ന തിന്മയുമായി ജീവിതം എവിടെയെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ സ്വയം അവർ ഉരുകുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ, സാമൂഹികപരമായ, കുടുംബപരമായ പ്രശ്നങ്ങളെ മുഴുവനും അതിലൂടെ അവർ കണ്ടെത്തുകയും അവരുടെ ജീവിതത്തെ അതിനനുസരിച്ച് അവർ പാകപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എല്ലാം പഠിക്കും നമ്മൾ. പക്ഷേ ഈ ഒരു ലോകത്തെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷയിൽ വലിയൊരു ജനത സംസാരിക്കുന്ന ഈ ഭാഷയെ പലപ്പോഴും നമ്മൾ കൈയൊഴിയുകയും അതിനെ അർത്ഥമറിയാതെ, ആശയമറിയാതെ വെറുതെ ഇങ്ങനെ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമായി മാറിയത് കൊണ്ട് തന്നെ നാം ഈ പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിഫലനവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത്, അതിനുള്ള കാരണം നമുക്ക് ഈ ഭാഷ അറിയാതെ പോയതും അതോടൊപ്പം തന്നെ അത് പഠിക്കാൻ നമുക്ക് താല്പര്യമില്ലാതെ പോയതുമാണ്. നമ്മളെല്ലാം പഠിപ്പിക്കും നമ്മളെ മക്കളെ, അതിന് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കും, അല്ലേ? ഒരു ഇംഗ്ലീഷ് ഭാഷയിലും പഠിക്കാൻ എത്ര ലക്ഷങ്ങളാണ് നമ്മളെ കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇത് പഠിക്കണ്ട എന്നല്ല, അതെല്ലാം പഠിക്കണം, ലോകത്തോടൊപ്പം സഞ്ചരിക്കണം. ഭാഷകളെല്ലാം തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഭാഷകൾ. എന്നാൽ എന്തുകൊണ്ട് ജീവിതഗന്ധിയായ ഈ മഹാവേദത്തെ, നമ്മുടെ ജീവിതത്തെ സുഗന്ധപൂർണമാക്കാൻ പടച്ച തമ്പുരാൻ നമ്മളോട് സംവദിക്കുന്ന ഒരു ഭാഷയെ എന്തുകൊണ്ട് നമുക്ക് പഠിക്കാനും അത് അടുത്തറിയുവാനും സൃഷ്ടാവിനോട് അതിലൂടെ സംവദിക്കുവാനും കഴിയാതെ പോയത് എന്നുള്ളത് നമ്മൾ ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ട സമയമാണിത്. നമ്മൾ ഇന്ന് ഖുർആൻ നമ്മൾ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എന്നോട് എൻ്റെ റബ്ബ് എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതെല്ലാം വരികളിലാണ് ഞാൻ എന്നെ കണ്ടത്, ഈ മാസം, ഈ റമദാൻ എന്നോട് ഏതെല്ലാം തരത്തിലുള്ള തിരുത്തലുകൾ നടത്താൻ ഈ വേദത്തിലൂടെ എന്നോട് ആവശ്യപ്പെട്ടു
എന്റെ പ്രശ്നങ്ങൾ എവിടൊക്കെയാണ് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നത്. ഇത് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇത് കർമ്മപുസ്തകമാണ്, ജീവിത നിയമരേഖയാണ്. അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങളെ, എന്റെ ജീവിത വിഷയങ്ങളെ, എന്റെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ, ലോകത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെയൊക്കെയാണ് എന്റെ മുമ്പിൽ പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥൻ അവതരിപ്പിച്ചത് എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? നമ്മൾക്ക് എത്ര പേർക്ക് അത് തിരിഞ്ഞിട്ടുണ്ട്? ഈ പ്രപഞ്ചവുമായി എങ്ങനെയാണ് എന്റെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതുമായി എങ്ങനെയാണ് എന്റെ ജീവിതത്തെ പ്രപഞ്ചനാഥൻ തുലനം ചെയ്യുന്നത്? അതുമായി എങ്ങനെയാണ് അതിനെ അള്ളാഹു സമീകരിക്കുന്നത്? ഇതിലൊന്ന് ചിന്തിക്കാനും അങ്ങനെ മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിത പൊരുളിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോ ഈ ഭാഷയോടുള്ള നമ്മുടെ സമീപനം അത് എത്രമാത്രം ദുർബലമാണ് എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലെങ്കിലും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് ഇത് പകർന്നു നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദുരന്തപൂർണമായ ഒരു സാമൂഹികാന്തരീക്ഷത്തെ, ഒരു കുടുംബ സാഹചര്യങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. നമ്മുടെ ഭൂമിക അത്രമാത്രം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ അത്രമാത്രം വികൃതമായി കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവിധ തിന്മകളുടെയും എല്ലാവിധ അനാശ്വാസ പ്രവണതകളുടെയും വലിയ ആഘോഷങ്ങളായി നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഭയപ്പെടുകയാണ്, ഭയചകിതരാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അവിടെ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രവാചകന്മാരെ കേൾക്കാൻ, നിങ്ങൾക്ക് ദൈവിക വചനങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് സുഗന്ധം ലഭിക്കുമെന്ന വലിയ പാഠം ഈ റമദാനിലെ ഓരോ രാത്രികളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ തുടങ്ങുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്കാണ്. ഇത് വെറുതെ വായിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് മുത്തഖീങ്ങൾക്ക് അത് മാർഗദർശനം നൽകും. അപ്പോ ഈ റമദാനിൽ എങ്ങനെയാണ് മുത്തഖിയാകേണ്ടത്? ഈ തഖ്വ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ മുമ്പ് തഖ്വയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാല് അത് ഇജഅൽ ബൈനക വ ബൈനല്ലാഹി വിഖായത്തൻ, ഇജഅൽ ബൈനക വ ബൈനന്നാരി വിഖായത്തൻ. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ നീ സൃഷ്ടിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നരകത്തിനും നിനക്കുമിടയിൽ നീ ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് അതിലേക്ക് അടുക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതെ നീ നിന്റെ ജീവിതത്തെ ഏറ്റവും സമ്പുഷ്ടമാക്കി, നന്മ കൊണ്ട് സമ്പുഷ്ടമാക്കി തീർക്കണമെന്ന ഒരു സന്ദേശമാണ് തഖ്വ എന്നുള്ള വാക്ക് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോ അത് മുത്തഖീങ്ങൾക്ക് ജീവിത വെളിച്ചം നൽകും. ആരാണ് മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അത് ഗൈബിൽ അവര് രൂഢമൂലമായി അവര് ഉള്ളറിഞ്ഞ് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ മുമ്പ് ഇതെല്ലാം സൂറത്ത് കഹ്ഫിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ റമളാന് ഗൈബിയായ ലോകത്തെ അടിവരയിട്ടുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് റമളാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നോമ്പനുഷ്ഠിക്കുന്നവന് രണ്ട് സന്തോഷമുണ്ട്. ലിസ്വാഇമി ഫർഹത്താനി, രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷാണ്, മറ്റൊന്ന് പടച്ചോനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷാണ് എന്ന്. അപ്പോ അടിസ്ഥാനപരമായി ആ നോമ്പിനെ നാളെ അള്ളാഹുവിന്റെ സന്നിധിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ മരണാനന്തര ജീവിതവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഗൈബിയായ വിഷയങ്ങളിലെ ഏറ്റവും ഗഹനമുള്ളൊരു വിഷയമാണ് മരണാനന്തര യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. അപ്പോ നോമ്പ് നമ്മെ അടിവരയിട്ട് പഠിപ്പിക്കുന്ന വലിയൊരു വിഷയമാണ്. ഖുർആൻ അതിനെ ധാരാളം ഇടങ്ങളിൽ നിരന്തരം പറഞ്ഞു പോകുന്ന ഒരു വിഷയമാണ് യൗമുൽ ഖിയാമ എന്നുള്ളത്. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന റമളാൻ ഗൈബിയായ ലോകത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ടോ? അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു കുടുംബത്തിനും വ്യക്തിക്കും സമൂഹത്തിനും മാത്രമേ ധർമ്മപൂർണമായ ഒരു ജീവിതത്തെ കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. ഇമാം ഷഅറാവി പറയും, ആഖിറം ബോധ്യപ്പെടാത്തൊരു സമൂഹം
കാട്ടാള സമൂഹമായിരിക്കുമെന്ന്, എല്ലാ തോന്നിവാസങ്ങളുടെയും എല്ലാ അനാശ്വാസ പ്രവണതകളുടെയും കൂത്തരങ്ങായി ആ സമൂഹം മാറുമെന്ന് അദ്ദേഹം ധാരാളം ഈ വൈബിയായ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹം മനോഹരമായിട്ട് സൂറത്തു സുമറിലെ ആയത്തിനെ വെച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. ആഖിറം ബോധ്യപ്പെടാതെ പോകുന്ന, നിയമം ബോധ്യപ്പെടാതെ പോകുന്ന, പടച്ചോനിൽ നിന്നുള്ള നിയമം ബോധ്യപ്പെടാതെ പോകുന്ന ഒരു സമൂഹത്തിന്റെ ജീവിത ചുറ്റുപാടുകൾ എന്തായിരിക്കുന്നു, അതിന് അദ്ദേഹം മനുഷ്യ ജീവിതത്തെ എങ്ങനെയാണ് അള്ളാഹു പ്രപഞ്ചവുമായി ചേർത്ത് വെക്കുന്നത് എന്ന് വിശദീകരിക്കുന്നിടത്താണ് ഈ വിഷയം പറഞ്ഞു പോകുന്നത്. സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയ്യം വഹീന തുദ്ഹിറൂൻ യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്റിജുൽ മയ്യിത്ത മിനൽ ഹയ്യി എന്ന് പറയുന്നതിന്റെ മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ വചനം മനുഷ്യനെ അവൻ നിർജീവമായ ഒന്നിൽ നിന്നും ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്നതിന് മുമ്പ്, മനുഷ്യനെ നാം ഭൂമിയിൽ പരത്തി എന്ന് പറയുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി എന്ന് പറയുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അവൻ നിങ്ങളിൽ നിറങ്ങളും ഭാഷകളും സൃഷ്ടിച്ചു എന്നുള്ളത്, ഇതെല്ലാം പറയുന്നതിന് മുമ്പ് എന്താണ് പ്രഭാതത്തെയും അതുപോലെ തന്നെ മധ്യാഹ്നത്തെയും സായാഹ്നത്തെയും രാത്രി നേരങ്ങളെയും അള്ളാഹു എന്തിന് പറഞ്ഞു വെച്ചു എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നത് വിശദീകരിച്ചുകൊണ്ട് ജീവിതത്തെ അതുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, സൂര്യോദയം നടക്കുന്ന സൂര്യോദയ സമയം ചക്രവാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, അതെന്തൊരു സൗന്ദര്യമാണ്, നിങ്ങളെ മനസ്സിന് എന്തൊരു കുളിരാണ് അത് നൽകുന്നത്, എന്ത് ആനന്ദമാണ് നൽകുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും അതിന്റെ സന്തോഷം പ്രഭാത സമയങ്ങളിൽ പ്രകടിപ്പിക്കുന്നത് കാണാം. പക്ഷികൾ ചിലക്കുന്നത് കാണാം. ഓരോ ജീവജാലങ്ങളും അതിന്റെ ശബ്ദം ഉരുവിട്ടുകൊണ്ട് തസ്ബീഹും തഹ്ലീലും ചെയ്യുന്നത് കാണാം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതും അതിന്റെ നാഥന്റെ നാമത്തെ വാഴ്ത്തുകയും അതിന്റെ നാമത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പ്രഭാത സമയങ്ങളിൽ എല്ലാത്തിന്റെയും ശബ്ദങ്ങളെ അതിന്റെ ആ തസ്ബീഹിനെ തഹ്ലീലിനെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ വലാക്കില്ല തഫ്ഖഹൂന തസ്ബീഹും, അതൊക്കെ എങ്ങനെയാണ് തസ്ബീഹ് ചെല്ലുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും അത് നോക്കി നിൽക്കും. നമ്മളും ആ ചക്രവാളങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി സൂര്യന്റെ പുതുകിരണം അതിങ്ങനെ വിടരുമ്പോഴേ നമ്മുടെ മനസ്സിനെയും അത് വല്ലാതെ ആനന്ദിക്കും. എന്നാൽ ആ സൂര്യനൊന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് ഉയർന്ന് അതിന്റെ മധ്യാഹ്നത്തിൽ എത്തിയാലോ അതിന്റെ രൗദ്രഭാവത്തെ അത് പ്രകടിപ്പിക്കും. ആ സമയം നമ്മൾ അതിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അത് തണൽ തേടിക്കൊണ്ട് നമ്മൾ ഓടിയൊളിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റു ഇടങ്ങളിലേക്ക് മാറി നിൽക്കും. അതിന്റെ മധ്യാഹ്നം കഴിഞ്ഞാൽ പിന്നീട് പതുക്കെ പതുക്കെ അത് ക്ഷയിക്കും. അങ്ങനെ അതിന്റെ അസ്തമന ചക്രവാളങ്ങളിൽ അത് വീണ്ടും അത് മറഞ്ഞു പോകും. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പുതിയ സൂര്യനായി അതിന്റെ കിരണങ്ങൾ അത് പരത്തി വീണ്ടും ഉയർക്കൊള്ളും. ഇതുപോലെയാണ് മനുഷ്യൻ എന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ തുടക്കത്തെയും ഒടുക്കത്തെയും അവന്റെ ജീവിതത്തെയും പരാമർശിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് സൂര്യന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ കുറിച്ച്, പകലിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു പോകുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ജീവിതം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആ കുഞ്ഞിനെ കാണുന്ന ഓരോരുത്തരും എത്രമാത്രം അവന്റെ ഹൃദയം തുടിക്കുന്നു, സന്തോഷിക്കുന്നു. അവന്റെ ശൈശവം, പിന്നീട് അവന്റെ യൗവനം, പിന്നീട് അതിനുശേഷം അത് പതുക്കെ പതുക്കെ ഉയർന്ന് അതിന്റെ യൗവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് രൗദ്രഭാവം പ്രകടിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നീട് പതുക്കെ പതുക്കെ അതിന്റെ വാർദ്ധക്യത്തിലേക്ക് അത് പതുക്കെ പതുക്കെ കാല് വെച്ച് തുടങ്ങും. അങ്ങനെ പിന്നീട് അതിന്റെ ജീവിതത്തിന്റെ അന്ത്യചക്രവാളങ്ങളിൽ അത് ഒടുങ്ങുകയും ചെയ്യും. ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതുപോലെ അത് ഉയർക്കൊള്ളും. പക്ഷെ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നോക്കൂ. പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അത് ഒരിക്കലും അതിന്റെ ഭ്രമണപഥത്തിൽ തെറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഉദിക്കുകയും ഉയരുകയും മധ്യാഹ്നത്തിലെത്തുകയും
അതിനുശേഷം അത് സായാഹ്നത്തിലെത്തുകയും അതിനുശേഷം അതിന്റെ ചക്രവാളങ്ങളിൽ അത് താഴ്ന്നു പോകുകയും ചെയ്യുമ്പോഴും അത് അതിന്റെ ഭ്രമണപഥത്തിൽ മാത്രം ചലിക്കുന്നു. അതിന്റെ ചലനപാതയിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ, അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് കരിച്ചു കളയും. മേലോട്ട് പോയാലോ അത് തണുപ്പ് അത് നിങ്ങളെ വിറങ്ങലിപ്പിച്ച് നിങ്ങളെ ആ തണുപ്പും നിങ്ങളെ കൊന്നുകളയും. എന്നാൽ രണ്ടുമില്ലാതെ അതിന് നിർണയിച്ച ചലനപാതയിൽ മാത്രം അത് സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും അതിലൂടെ അള്ളാഹു സമ്മാനിക്കുന്നു. എന്നാൽ മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ഇതുപോലെ ഉദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ ഉയരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ നിങ്ങൾ എത്തുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ ക്ഷയിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ മരണചക്രവാളങ്ങളിൽ നിങ്ങൾ ഒടുങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ക്രമം തെറ്റി നടക്കുന്നു, നിങ്ങൾ നിയമത്തെ തെറ്റിക്കുന്നു, നിങ്ങൾക്ക് നൽകിയ ചലനപാതയിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു. അത് ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹിക പ്രതിസന്ധികളാണ് അത് ഉണ്ടാക്കുന്നത്. അതിനാൽ നിങ്ങൾക്കിതാ നിയമപുസ്തകം നൽകിയിരിക്കുന്നു. ആ നിയമപുസ്തകത്തെ നന്നായി വായിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ കാറ്റലോഗിനെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുകയും അതിന് നിങ്ങൾ സഭൂതം കേൾക്കുകയും ഗാഠമായി വായിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ചലനപാതയെ നിങ്ങൾ ശരിയാവണ്ണം നിങ്ങൾ നേരെ ചൊവ്വെ ശരിപ്പെടുത്തുകയും അങ്ങനെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുവീനെന്ന് നിങ്ങളോട് ഈ വേദം പറയുന്നു. ആ പാഠം ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത് റമളാനാണ്. അതുകൊണ്ടാണ് റമളാന്റെ രാത്രികളിൽ ഏറ്റവും ശാന്തനായിരുന്നു കൊണ്ട്, സ്വസ്ഥനായിരുന്നു കൊണ്ട് തെറ്റിയത് എവിടൊക്കെയാണെന്ന് പഠിച്ചറിയാനുള്ള ഒരു അവസരം അല്ലാഹു നമുക്ക് നൽകുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞതുപോലെ ഓരോ റമളാൻ വന്നു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആവർത്തിച്ച് ഈ ജീവിത പാഠം റസൂലുള്ളാഹിനെ ഓതി കേൾപ്പിക്കും. അവസാന ജീവിത നിമിഷങ്ങളിൽ 2 തവണ ഓതി കേൾപ്പിച്ചു. നമ്മൾ എത്ര തവണ ഇത് ഓതണം? നമ്മൾ എത്ര തവണ ഇത് വായിക്കണം? ഇതിന്റെ മേൽപ്പരപ്പിൽ നിന്നാണോ ഇനി ഇത് വായിക്കേണ്ടത്? അങ്ങനെയാണോ ഇത് വായിച്ചു പോവേണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ അർത്ഥമറിയാതെ, ആശയമറിയാതെ, അത് നമുക്ക് നൽകുന്ന ജീവിതഗന്ധിയായ ആശയങ്ങളെ തിരിച്ചറിയാതെ ആണോ ഇത് വായിച്ചു പോവേണ്ടത്? അല്ല എന്നാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല എന്നാണ് ഖുർആൻ നിരന്തരം നമ്മളോട് പറയുന്നത്. അല്ലെ? നമുക്കറിയുന്ന ശ്രദ്ധേയമായ ഒരായത്തുണ്ട്. നമ്മൾ ഒരു പക്ഷേ ഈ റമളാന്റെ രാത്രികളിൽ ഒരു പക്ഷേ അത് നമ്മൾ വായിച്ചു പോയിട്ടുണ്ടാവണം. എന്താണ്? സൂറത്ത് ആലി ഇംറാനിലെ ഒരായത്താണ്. മാ കാന ലി ബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാഹ് വലാകിൻ കൂനു റബ്ബാനിയീൻ. എല്ലാ പ്രവാചകന്മാരും വന്നുകൊണ്ട് നിങ്ങൾ റബ്ബാനികളാകുവീൻ എന്ന് പറഞ്ഞു എന്നാണ്. എങ്ങനെയാണ് റബ്ബാനികളാകേണ്ടത്? നമ്മുടെ ചുറ്റുപാടിൽ ഇന്ന് ഈ ആയത്തിന് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങൾ റബ്ബാനികളാകുവീൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ റബ്ബാനികളാകേണ്ടത്? ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. അവിടെ 2 തരത്തിലുള്ള വാക്കുകളാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ, നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നതിനനുസരിച്ച്. ഇൽമ് എന്ന് പറഞ്ഞാൽ അത് മേൽപ്പരപ്പിൽ നിന്ന് നസ്സിനെ ടെക്സ്റ്റ് വായിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഇൽമ് എന്ന് പറയുക. അല്ലെങ്കിൽ തഅലീം എന്നെല്ലാം പറയല് അതിന്റെ മേൽപ്പരപ്പിൽ നിന്ന് ആ ടെക്സ്റ്റ് വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒന്നിനാണ്. നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ആ ടെക്സ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒന്നിനെ സ്വീകരിക്കുക. ഇതിനാണ് ഇൽമ് എന്ന് പറയുക. അല്ലെങ്കിൽ അതിങ്ങനെ ഹൃദിസ്ഥാക്കുക, അതിങ്ങനെ വായിച്ചു പോവുക, ആ മേൽപ്പരപ്പിൽ നിന്നുള്ള കുറെ സംഗതികളിൽ ഇങ്ങനെ സ്വരൂപിക്കുക. ഇതിനാണ് ഇൽമ് എന്ന് പറയുക. എന്നാൽ അതിനപ്പുറം തദ്റുസൂന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. അത് നിങ്ങൾ ആ വായിച്ച ഒന്നിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഗവേഷണപരതയോടുകൂടി നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ദിറാസത്ത് എന്ന് പറഞ്ഞാൽ അത് മേൽപ്പരപ്പിൽ നിന്നുള്ള വായനക്കല്ല ദിറാസത്ത് എന്ന് പറയുക. അത്
പിന്നെ അൽ ബഹ്സുൽ ഫിക്രി, അത് ചിന്താപൂർണമായ വായനക്കാണ്. നസ്സിൽ വരികളിൽ നിങ്ങൾ ചിന്താപൂർണമായ പഠനവും ഗവേഷണവും നടത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ വായിക്കേണ്ടത്. അതുകൊണ്ടാണ് മുദാറസത്ത് എന്ന് പറയുക അറബിയിൽ. ഒരു വിഷയം വെച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുക, അല്ലെങ്കിൽ അതിൽ ഗാഢമായ പരീക്ഷണങ്ങൾ നടത്തുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഒരു തിയറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ആശയത്തെ മുന്നോട്ട് വെക്കുക. ഇതിനാണ് മുദാറസത്ത് എന്ന് പറയുക. അപ്പോ നിങ്ങൾ ഈ വേദം പഠിക്കേണ്ടത് നിങ്ങൾ മേൽപ്പരപ്പിൽ നിന്നുള്ള വായന കൊണ്ട് മാത്രമല്ല. അതിൽ നിന്ന് ചിലതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഓരോ സമൂഹവും ഓരോ വ്യക്തിയും അവന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഇതിനെ ഗാഢമായി വായിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞു പോയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഖുർആന് തഫ്സീർ പറഞ്ഞിട്ടില്ല. തഫ്സീർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല് അതിനെ ഒറ്റ വാക്ക് കൊണ്ട് ഇതാണ് ഇതിന് എന്നത്തേക്കുമുള്ള ഇതിന്റെ വ്യാഖ്യാനവും വിശദീകരണവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം അത് അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ആയത്ത് എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്. കലാം അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹിന്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ചിന്തക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല. അത് മൂർത്തമായ അവന്റെ വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും അപ്പുറം അവന് ഔന്നിത്യമാറി നിൽക്കുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ സിഫത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഇന്നതാണ് ഇതുകൊണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റൂല. എന്നാല് നിങ്ങൾ ജീവിക്കുന്ന ലോകത്ത് നിങ്ങളത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിച്ചറിയാൻ നമുക്ക് പറ്റും. അത് നമുക്ക് അള്ളാഹുവിനോട് പറഞ്ഞു തരും. ഓരോ വ്യക്തിക്കും, ഓരോ ജനതക്കും, ഓരോ സമൂഹത്തിനും, ഓരോ ജനപദങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങളെ അതാത് സമയങ്ങളിൽ അതാത് നേരങ്ങളിൽ അതിനെ ഗാഢമായി വായിച്ചു കഴിഞ്ഞാൽ, അതിനെ ഗാഢമായി ചിന്താപൂർവം അവരതിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത പ്രശ്നങ്ങളെ അവർക്ക് നന്നായി അത് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിനുള്ള ഒരു മഹാദിനങ്ങളാണ് റമദാൻ എന്ന് പറയുന്നത്. ഗാഢമായി ഒരുമിച്ച് കേട്ട് ഒരു നായകന്റെ പിറകിൽ നിന്ന് ഒരു നായകൻ ഓതി മറ്റുള്ളവർ കേട്ട് അതിൽ അവര് ഇതുപോലെയുള്ള ദിറാസത്ത് നടത്തേണ്ട സമയമാണ് റമദാൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആന് പഠിപ്പിക്കുന്ന റമദാൻ ഈ ഒരു മഹാസന്ദേശം നമുക്ക് കൈമാറുന്നുണ്ട്. ഇത് വെറുതെ വായിച്ചു പോവേണ്ട ഒന്നല്ല. അതിന്റെ മേൽപ്പരപ്പിൽ നിന്നുള്ള വായനയല്ല നിങ്ങൾ നടത്തേണ്ടത്, അതിന്റെ ആഴത്തിലുള്ള വായന നിങ്ങൾ നടത്തണം. ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. കാരണം ഇത് ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് ഇമാം ഷഅറാബി തന്നെ ആയത്തിനെ രണ്ട് തരത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് മൻലൂറായ മർഇയായ, നിങ്ങളുടെ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ ദൃഷ്ടികൾക്ക് മുമ്പിൽ കാണുന്ന അതെല്ലാം തന്നെ, അത് ഈ പ്രപഞ്ചം മുഴുവനും അള്ളാന്റെ ദൃഷ്ടാന്താണ്. മറ്റൊന്നോ ആയത്തായിട്ട് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ കലാമിനെയാണ്, അള്ളാഹുവിന്റെ വചനത്തെയാണ്, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെയാണ് ആയത്തായിട്ട് അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പോ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇമാം ഷഅറാബി പറയും, വിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തെ അവതരിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നോക്കൂ, അവിടെ നിങ്ങൾക്ക് ഓരോന്നിലും അള്ളാഹു എങ്ങനെയാണ് അതിനെ വഹയിലൂടെ അവതരിപ്പിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് ഖുർആനെയും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്ന്. ഇത് രണ്ടും പൂരിതമായി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ നന്നായി നിങ്ങൾ ഇതിനെ വായിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട് ഇതിൽ പറഞ്ഞിട്ട്. റമദാന്റെ പ്രത്യേകതയെ അദ്ദേഹം എണ്ണിപ്പറയുന്നിടത്തും ഈ ഒരു വിഷയം അദ്ദേഹം നന്നായി ഉണർത്തുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ വേദത്തെ നിങ്ങൾ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഈ രാവുകളിൽ എങ്ങനെയാണ് ഇതിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. അപ്പോ ഓതിപ്പോകുക എന്നുള്ളത് മാത്രമല്ല, ഒരു നായകന്റെ കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ പ്രശ്നങ്ങളെ കൂടി നിങ്ങൾ കണ്ടറിഞ്ഞ് അതിനുള്ള ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുകയും അതിനുള്ള പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യണം. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിനെക്കുറിച്ച് വിലയിരുത്തി ഇനി ഇതിനെങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കൂലേ? നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കള് എവിടൊക്കെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്? അവരുടെ ചിന്തയും അവരുടെ വീക്ഷണങ്ങളും അവരുടെ സമീപനങ്ങളും സമൂഹത്തോടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങളും
എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിനെല്ലാം അവർ വിലയിരുത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു സഞ്ചാരപാതയിൽ നിന്നും, നമുക്ക് നിർണയിച്ച ശരിയായ മാർഗരേഖയിൽ നിന്നും ഈ വ്യതിചലിച്ചുകൊണ്ടുള്ള ഓട്ടത്തിന് കാരണം എന്താണ്? അത് സൃഷ്ടിച്ച ആഘാതം എന്താണ് സമൂഹത്തിൽ? അതെല്ലാം ഒന്ന് വിലയിരുത്തി അതിനുള്ള മാർഗരേഖ തയ്യാറാക്കി, കുടുംബമാണെങ്കിൽ കുടുംബം അതിനുള്ള പരിഹാരം കണ്ടെത്തണം. സമൂഹം കൂടിയിരുന്ന് അതിനുള്ള ഒരു കർമ്മ പദ്ധതികൾ വഹീന്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കിയെടുത്ത് ഈ സമൂഹത്തെ ശരിയായ പാതയിൽ നമ്മുടെ യുവാക്കളെ നയിക്കണം. നാം തന്നെയും അതിലൂടെ സഞ്ചരിക്കണം. അതിനുള്ള ഹുത്ത തയ്യാറായിട്ടുണ്ടോ? അതിനുള്ള കർമ്മ പദ്ധതി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞോ? മഹല്ലുകൾ തയ്യാറാക്കി കഴിഞ്ഞോ? കുടുംബങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞോ? സമൂഹം ഈ വിശുദ്ധ റമളാന്റെ ഇത്രയും രാവുകൾ പിന്നിട്ട് അവർ കൂടിയിരുന്ന് അവരുടെ നിലവിലുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് അള്ളാഹു ഇപ്പോൾ നമ്മളോട് ഇതാ ഇങ്ങനെ പറയുന്നു, നമ്മൾ മറ്റു ദിനങ്ങളെക്കാളും കൂടുതൽ കൂടിയിരുന്ന് പാരായണം ചെയ്യുന്ന, ഒരുമിച്ചിരുന്ന് അള്ളാഹുവിനെ കേൾക്കുന്ന, പ്രവാചകനെ കേൾക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ നമ്മുടെ വിഷയങ്ങൾക്ക് പ്രതിവിധിയായി നമ്മളിതാ ഇന്ന രൂപത്തിൽ നമ്മൾ ഒരുങ്ങുകയും അതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളിൽ എത്ര മഹല്ലുകൾ, എത്ര കുടുംബങ്ങൾ ഇതിന് ഒരുങ്ങിയിട്ടുണ്ട്, അത്തരത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്, അതിനെ എങ്ങനെ നേരിടണമെന്നാണ് നമ്മൾ കരുതുന്നത്? തിന്മയുടെ വാക്താക്കളെ നന്നായി അടിച്ചതുകൊണ്ട്, അവരെ കൈകാര്യം ചെയ്യുന്നത് കായികമായി കൈകാര്യം ചെയ്തതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? കൂട്ടം കൂടി യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഈ മദ്യലോബികളുടെ അല്ലെങ്കിൽ ഡ്രഗ്സ് ലോബികളെ നമ്മൾ കൈകാര്യം ചെയ്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സമൂഹം ആ രൂപത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രശ്നമാണോ? നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഖുർആൻ റബ്ബാനികളാകാൻ ഈ റമദാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ പ്രവാചകന്മാരെ മുഴുവനും എടുത്തു നോക്കൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് റബ്ബ് എന്ന വാക്കുകൊണ്ട് നിരന്തരം പ്രവാചകന്മാര് പ്രാർത്ഥിക്കുകയും ആ റബ്ബ് എന്ന വാക്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് ലോകത്തോട് നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്നത്? അതാണ് ഈ പിന്നെ അഗാധമായി പ്രപഞ്ചത്തിലേക്ക് നോക്കുകയും ജീവിതത്തെ പഠിക്കുകയും ആ ജീവിതത്തിന്റെ പൊരുളറിയുകയും ജീവിതം എന്നുള്ളത് അത് ഇവിടെ തീരുന്ന ഒന്നല്ല എന്നും ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു 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 അള്ളാഹുവിന്റെ ഒരു കാരുണ്യമായി അള്ളാഹു നൽകിയ ഒന്നാണെന്നും അതിനെ നേരിട്ട് കണ്ടുകൊണ്ടും മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടും ഇതാ നിങ്ങളുടെ കർമ്മങ്ങളെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ പഠനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ ഇതാ ഈ റബ്ബുമായി ചേർത്ത് വെക്കൂ എന്ന് പറഞ്ഞു പോയവരാണ് പ്രവാചകന്മാർ മുഴുവനും. നിങ്ങൾ കൂനു റബ്ബാനിയീൻ എന്ന് പ്രവാചകന്മാർ പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അവർ എല്ലാത്തിനെയും റബ്ബുമായി ചേർത്ത് പറയുക കൂടി ചെയ്തിട്ടുണ്ട്. നിങ്ങള് സുലൈമാൻ നബിയെ ഒന്ന് എടുത്തു നോക്കൂ. അദ്ദേഹം പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളുമായിട്ട് സംസാരിച്ച പ്രവാചകനാണ്. ഹുദുഹുദുമായി സംസാരിക്കുന്ന, അവിടെ അത് മറ്റൊരു തരത്തിലാണ് പണ്ഡിതന്മാർ അതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിലും വളരെ ചെറിയ രൂപത്തിൽ അത് പറയാം. അദ്ദേഹം ഹുദുഹുദുമായി സംസാരിക്കുന്ന, അത് കാണാതെ പോകുമ്പോൾ അതിനെ തേടുന്ന, അത് വരുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങള്, സുലൈമാൻ നബി അതിനോട് പ്രതികരിക്കുന്നതെല്ലാം വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നുണ്ട്. അദ്ദേഹം ബിൽഖീസിന്റെ കൊട്ടാരം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള ഒരു ജ്ഞാനിയായ മനുഷ്യൻ അത് കൊണ്ടുവരുന്നുണ്ട്. പ്രവിശാലമായ ലോകത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു നായകന് അവിടെ അഹങ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഹാദാമി ഫദ്ലി റബ്ബി, ഇതെല്ലാം എന്റെ റബ്ബിന്റെ ഫതിലാണ്. അത് റബ്ബാനിയാകുക എന്ന് പറഞ്ഞതാണ്. ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും, എന്ത് സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും, എത്ര ഔന്നിത്യത്തിലെത്തിയാലും അതെല്ലാം റബ്ബിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത നിലപാടിനെയാണ് റബ്ബാനിയാകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാർ കൂനു റബ്ബാനിയീൻ എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അവര് നല്ല റബ്ബാനികളായി ജീവിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയുടെ പ്രവിശാലമായ ലോകത്തെ അവതരിപ്പിച്ചപ്പോഴും അതെല്ലാം എന്റെ റബ്ബിന്റെ ഫضലാണ് എന്ന് പറഞ്ഞ ഒരു മഹാപ്രവാചകനെ നമ്മൾ ഈ രാത്രികളിൽ വായിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ
ഈ രാത്രികൾ റബ്ബുമായി ചേർത്ത് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉറുമ്പിന്റെ സംസാരം കേൾക്കുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി, അല്ലേ? കാലത്ത് നംലത്തുനിയ അയ്യത്തുഹൻ നംലുദു ഖുലൂഫി ഫി മസാക്കിനിക്കും. അവരുടെ നായികയായ ഉറുമ്പ് പറഞ്ഞു, എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ അഭയം തേടിക്കൊള്ളുക, സുലൈമാനും സൈന്യവും വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ട പ്രവാചകൻ ചിരിക്കുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെല്ലാം അംർ ഖാലിദ് പറഞ്ഞു പോകുന്നത് പോലെ മനുഷ്യരെ നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നുമായി സംവദിക്കുകയും ആ സംവാദത്തെ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ഒരു മഹാവേദം, വിജ്ഞാനത്തിന്റെ ഒരു വിപ്ലവ ലോകത്ത് അവതരിപ്പിക്കുന്ന ഒരു ലോകം, ടെക്നോളജിയുടെ മഹാവിപ്ലവ ലോകത്ത് അവതരിപ്പിക്കുന്ന ഒരു ലോകം. അവിടെ നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നും ഇവിടെ ഇതിനപ്പുറം നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ലോകത്തെ ഇവിടെ പ്രവാചകന്മാരെ വെച്ചുകൊണ്ട് പ്രപഞ്ചനാഥൻ അവതരിപ്പിക്കുന്നു. അത് മുഹമ്മദ് റസൂലുള്ള ലോകത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഗവേഷണ ത്വരയോടുകൂടി ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മഹാലോകത്തെ, നിങ്ങൾക്ക് അത്ഭുത ലോകത്തെ അള്ളാഹു നിങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല, ഇതൊരു മഹാവേദമാണെന്ന് അദ്ദേഹം പറയുന്നു. ആ ഉറുമ്പിന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് സുലൈമാൻ നബി നല്ല ഒരു റബ്ബാനിയാകുന്നത് കാണാൻ പറ്റും നമുക്ക്. ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർല്ലാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അഹങ്കാരമില്ലാത്ത, അഹന്തയില്ലാത്ത, എല്ലാ ഇൽമും നൽകിയിട്ടും എല്ലാ അറിവുകൾ നൽകിയിട്ടും പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് എത്തി നോക്കാനുള്ള അവസരം ലഭിച്ചിട്ടും തനിക്കും തന്റെ മാതാപിതാക്കൾക്കും തന്റെ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മഹാനായകനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റബ്ബി ഔസിഇനി, അവിടെ റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമ്പിയാക്കന്മാർ റബ്ബ് എന്ന വാക്കിനെ ധാരാളം എടുത്തു തിരിച്ചുകൊണ്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ ജീവിത പാഠങ്ങളും പഠിപ്പിക്കുന്നത് എന്നുള്ളത്. റബ്ബ് എന്നുള്ളതിൽ 3 സിഫത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. ഔസിഇനി അൽഹിംനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത. എല്ലാ നിഅമത്തുകൾക്കും പടച്ചോനോട് നന്ദി കാണിക്കുന്ന മനസ്സ് നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മുടെ മക്കളെ മുമ്പിൽ വെച്ച് അവർക്കത് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ മഹല്ലുകളിൽ മക്കളെ കൂട്ടിയിരുത്തി, സമൂഹങ്ങളെ കൂട്ടിയിരുത്തി അനുഗ്രഹങ്ങളെ എണ്ണി 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 പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ എന്ന് ചോദിക്കുകയും പ്രപഞ്ചനാഥനായ തമ്പുരാനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവനെ നന്നായി ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജീവിതത്തിന് ഒരു സുന്ദരമായ ഒരു മാർഗരേഖ രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. അങ്ങനെ വിനയമുള്ള, താഴ്മയുള്ള, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്ന ഒരു കൂട്ടങ്ങളെ നമ്മൾ ശീഘ്രമായി വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാടും കുടുംബവും സമൂഹവും നഷ്ടപ്പെട്ടു പോകും. നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത മഹാഭീകരമായ അന്തരീക്ഷം രൂപപ്പെടും. ഇതിൽ നമ്മുടെ ബാധ്യതയാണ് കേട്ടോ. ആ പ്രാർത്ഥനയുടെ ആഴമൊന്ന് നോക്കി നിങ്ങൾ. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ. സ്വാലിഹായ സുകൃതങ്ങൾ അനുഷ്ഠിക്കാൻ, തർല്ലാഹു നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പടച്ചോനെ എനിക്ക് തോന്നിപ്പിക്കണമേ. വഅസ്ലിഹ് ലി ഫീ ദുർരിയതി, പടച്ചോനെ എന്റെ മക്കളെ നീ ശരിപ്പെടുത്തണേ തമ്പുരാനെ. ഇന്നി തുബ്തു ഇലൈക, പടച്ചോനെ അതിലേക്ക് ഞാൻ പാപമോചനം തേടി മടങ്ങുകയാണ് റബ്ബേ. ഞാൻ നിനക്ക് കീഴ്പ്പെട്ടവനുമാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ഇൽമിന്റെയും എല്ലാ ജ്ഞാനങ്ങളുടെയും വലിയ കൂമ്പാരം നൽകിയ ഒരു പ്രവാചകൻ നമുക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന അള്ളാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അങ്ങനെ ഒരു റബ്ബാനിയാകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ഗ്രാഫ് വരക്കുന്ന പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. ആ പ്രവാചകനെ കൊണ്ടാണ് ജീവിതത്തിന്റെ ഗ്രാഫ് അള്ളാഹു വരച്ച് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യന് ചില ജീവിത പാഠങ്ങൾ നൽകുന്നത്. ആ പ്രവാചകൻ അവസാനം ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തെ നിന്ദ്യതയിൽ നിന്നും, മനുഷ്യർ നൽകിയ, അധികാരികൾ നൽകിയ നിന്ദ്യതയിൽ നിന്നും ആ പ്രവാചകൻ പെട്ടെന്ന് ജീവിതത്തിന്റെ ഗ്രാഫ് അള്ളാഹു അങ്ങ് ഉയർത്തി കൊടുക്കുന്നുണ്ട്. കൊട്ടാരത്തിലേക്ക് ഒരു രാഷ്ട്രത്തിന്റെ നായകനായി അദ്ദേഹത്തെ ഉയർത്തുന്നുണ്ട് അള്ളാഹു. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചയുടെ ഗ്രാഫിൽ അവസാനം ചെയ്യാത്ത കുറ്റത്തിന്, ലോകത്തെന്നും അങ്ങനെയാണ്,
വിശ്വാസികൾ ചെയ്യാത്ത കുറ്റത്തിനാണ് എപ്പോഴും പീഡിപ്പിക്കപ്പെടുക. ജയിലറകളിലേക്ക് തള്ളപ്പെടൽ അങ്ങനെയാണ്. നമ്മുടെ നാടുകളെ മുഴുവനും വരക്കുന്നുണ്ട് കേട്ടോ ഖുർആന്. നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഈ റമദാനെ. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതിലും നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഈ റമദാനെ. ജീവിതത്തിന്റെ ഓരോ വ്യക്തികളുടെയും നമ്മുടെ യുവാക്കളുടെ ഗ്രാഫിന് അള്ളാഹു ഇപ്പോൾ വരക്കുന്നുണ്ട്. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ 10 വർഷം അടക്കപ്പെട്ട ഒരു പ്രവാചകനെ നമ്മൾ ഈ റമദാനിൽ വായിച്ചു പോയിട്ടുണ്ട്. ആ പ്രവാചകൻ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് എങ്ങനെ ബന്ധിപ്പിച്ചു എന്നുള്ളതിലും ആലോചിക്കേണ്ട സമയമാണ്. ആ അവസ്ഥയിൽ നിന്നും അള്ളാഹു ആ രാഷ്ട്രത്തിന്റെ നായകനായി ഉയർത്തുന്നുണ്ട് ആ പ്രവാചകനെ. ആ സമയം അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, ജീവിതത്തിന്റെ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് ആ പ്രവാചകൻ കടന്നുപോയത് അല്ലേ? നമ്മുടെ ജീവിതത്തെ ആ പ്രവാചകന്റെ ജീവിത ഗ്രാഫ്, ആ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് എങ്ങനെയൊക്കെയാണ് ഗ്രാഫുകൾ ഉയരുകയും താഴുകയും ചെയ്യുക എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ജീവിതത്തിന്റെ സമ്പുഷ്ടമായ, ജീവിതത്തിലെ ഏറ്റവും മനുഷ്യർ കാണുന്ന ഏറ്റവും ഉന്നതമായ ആ രാജാധികാരം കയ്യിൽ ലഭിച്ചപ്പോഴ് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, പടച്ചോനെ ഇജാണ് എനിക്ക് അധികാരം നൽകിയത്. അതറിയാത്ത, അങ്ങനെ പ്രാർത്ഥിക്കാത്ത ലോകം, അധികാരികൾ ലോകത്ത് എന്തൊക്കെ മഹാവിപത്തുകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഖുർആന് വല്ലാത്തൊരു സംഭവമാണ്. അള്ളാഹിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആഖിറം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലോകത്തിന് മാറ്റമുണ്ട്, മനുഷ്യത്തിന് മാറ്റമുണ്ട്, കുടുംബത്തിന്റെ മാറ്റമുണ്ട്, വ്യക്തിയുടെ മാറ്റമുണ്ട്. അധികാരം കയ്യിലാളുന്ന ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, പടച്ചോനെ നീ എനിക്ക് അധികാരം നൽകി, വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, പടച്ചോനെ സ്വപ്ന വ്യാഖ്യാനം നീ എന്നെ പഠിപ്പിച്ചു, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ നാഥ, ഫാത്തിറസ് സമാവാതി വൽ അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും നീയാണ് എന്റെ എല്ലാ കാവലും, എന്റെ പരിപാലകനും, എന്റെ മേൽനോട്ടക്കാരനുമെല്ലാം നീയാണ് തമ്പുരാനെ. നീ എന്നെ നിനക്ക് മുസ്ലിമായി മരിപ്പിക്കണം. അറബി പേരിട്ടവനായിട്ട് മരിപ്പിക്കണം എന്നല്ല, അറബി പേരിട്ട് കൊടുത്തിട്ട് മുസ്ലിമാന്ന് പറഞ്ഞു കൊടുത്താണ് എല്ലാത്തിന്റെയും പ്രശ്നം. നിനക്ക് കീഴ്പ്പെട്ടവനായി, നിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പാലിച്ചവനായി, നിന്റെ തൃപ്തി അനുസരിച്ച് ജീവിച്ചവനാക്കി നീ എന്നെ മരിപ്പിക്കണമേ തമ്പുരാനെ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സച്ചരിതരായ മനുഷ്യരോടൊപ്പം നീ എന്നെ ചേർക്കുകയും വേണം തമ്പുരാനെ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ റമദാനിൽ ഉള്ളറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാം നമ്മുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കുമ്പോഴും, നമ്മൾ സമ്പത്ത് കൊണ്ടും ഇൽമു കൊണ്ടുമെല്ലാം എന്തൊക്കെയോ ആയി എന്ന് നമ്മൾ കരുതുമ്പോഴും, നമുക്ക് ഇങ്ങനെയെല്ലാം അള്ളാഹുവുമായി ചേർന്ന് നിന്നുകൊണ്ട്, ജീവിതത്തെ ഈ പ്രപഞ്ചനാഥനുമായി ചേർത്ത് വെച്ചുകൊണ്ട്, നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും സമൂഹത്തിനുമെല്ലാം അങ്ങനെ ഒരു ചിന്തയെ അവതരിപ്പിക്കാൻ, അങ്ങനെ ഒരു ജീവിതത്തെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം ഈ റമദാൻ നമ്മൾ പഠിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ റമദാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന റമദാൻ അങ്ങനെയല്ലോ ആണ്. ഈ റമദാൻ ഇതെല്ലുമാണ് നമുക്ക് സമ്മാനിക്കുന്നത്, നന്നായി പഠിക്കാൻ, നന്നായി ചിന്തിക്കാൻ. ആ റമദാൻ എങ്ങനെയാണോ പരിശുദ്ധ റസൂൽ കൈകാര്യം ചെയ്തത്, എങ്ങനെയാണോ നിരന്തരം അതിനെ അള്ളാഹുവിന്റെ വചനത്തെ കേൾക്കുകയും അതിനെ ജീവിതം തന്നെ ആ ഖുർആനാക്കി മാറ്റുകയും ചെയ്തത്, ആ ഖുർആൻ ഇറങ്ങിയ മാസം, ആ ഖുർആൻ അവതരിച്ച മാസം. അതുകൊണ്ട് ഈ രാത്രിയെ അതിന്റെ ആ അവതരണം കൊണ്ട് അതിനെ അള്ളാഹു പ്രത്യേകമാക്കിയ ദിവസങ്ങള്, അതെല്ലാം നമ്മൾ പ്രയോഗവൽക്കരിക്കുക, നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക, ജീവിതത്തിൽ അതിനെ വെളിച്ചമാക്കി മാറ്റുക. നമ്മുടെ പരിസരങ്ങളെ നമ്മൾ അതിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിച്ച് നമ്മളും പ്രകാശിപ്പിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്ഷമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനോടൊപ്പം, അള്ളാഹുവിന്റെ കലാമിനോടൊപ്പം, വഹീനോടൊപ്പം സഞ്ചരിക്കുന്ന, പ്രവാചകനെ ചേർത്ത് പിടിക്കുന്ന, പ്രവാചകന്മാരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ പ്രാർത്ഥനകളെ ജീവിതത്തിന്റെ വഴികളിൽ നന്നായി പ്രയോഗവൽക്കരിക്കുന്ന നല്ലവരായ സ്വാലിഹീങ്ങളായ മുഹ്സിനീങ്ങളായ നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റമദാൻ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ.
നമ്മളെ സ്വലാത്തിനെ, നമ്മുടെ സിയാമിനെ, നമ്മുടെ ഖിയാമിനെ, നമ്മുടെ റുക്കൂഇനെ, സുജൂദിനെ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ കർമ്മങ്ങൾക്കും ഒടുവിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമ്മൾ നടത്തണം. റബ്ബന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ആ പ്രവാചകനെ നമ്മൾ ഇതിന്റെ ഇടയിൽ പറയാതെ പോയിട്ടുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. ആ പിന്നെ എങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാർ റബ്ബിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഈ റമദാനിൽ നമ്മൾ പഠിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. ആ മഹാപ്രവാചകനെ നമ്മൾ അതോടൊപ്പം തന്നെ റസൂലുള്ളാന്റെ പ്രാർത്ഥനയെ എടുത്തു കാട്ടുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ആ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കണം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.